എന്റെ പൊന്നി പേടിച്ചു. അപ്പൊ കുറച്ച് ദിവസം ശേഷം ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. മഴയുടെ പ്രശ്നങ്ങള്, വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ കാരണം സ്കൂൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഏരിയയിൽ അങ്ങനെ വെള്ളത്തിന്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പൊ ഞാൻ എണീറ്റ് നമുക്ക് സ്കൂളിൽ പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്യണ്ടേ. അപ്പൊ ഗ്രേസ് ആണെങ്കിൽ നല്ല ഉറങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണക്കപ്പയറില്ലേ, വൻപയർ, അത് കറി വെച്ചാൽ മതി സ്കൂളിലേക്ക് ഇന്ന്. അപ്പൊ അത് ഞാൻ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ കടയിൽ നിന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് ഇത്രയും വലിയ സൈസുള്ള വെളുത്തുള്ളിയാണ്. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ അധികം അങ്ങനെ ഇത്രയും വലിപ്പമുള്ള വെളുത്തുള്ളി കാണാറില്ല. നോർമൽ വെളുത്തുള്ളിയാണ് കാണാറ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എളുപ്പമാവും. എനിക്ക് തോന്നുന്നു ടേസ്റ്റ് മറ്റേ ഇതിനായിരിക്കും എന്ന് തോന്നണം കൂടുതൽ. എനിക്ക് അറിയില്ല കേട്ടോ അതിനെപ്പറ്റി. അപ്പം എന്തായാലും നമുക്ക് എനിക്ക് വേഗം ഫുഡ് റെഡിയാക്കാം. രണ്ടുപേരും നല്ല ഉറക്കാം. ഗ്രേസും സ്റ്റീവും നല്ല ഉറക്കത്തില്ല. വേഗം കറി വയ്ക്കാൻ. സ്റ്റീവിന് വലിയ ഇഷ്ടമില്ല പയറ്, എന്നാലും കഴിച്ചോളും. കടല എന്ന് പറയാ ഈ പയറിനെ കാണുന്നത്. അങ്ങനെ ഇപ്പം ഇന്നും ഇനി മഴ പെയ്യുമെന്ന് അറിയില്ല. മഴ ഇല്ലാണ്ട് മഴ കാരണം സ്കൂളില്ലാന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ഏരിയയിൽ ഇത്ര ദിവസം അങ്ങനെ പകൽ സമയത്ത് മഴ പെയ്തില്ല. വൈകുന്നേരം മാത്രമേ പെയ്തുള്ളൂ. ഇന്ന് ഇനിയിപ്പോൾ സ്കൂള് ഉള്ള ദിവസമായതുകൊണ്ട് സ്കൂളിൽ പോണ സമയത്ത് മഴ പെയ്യുമെന്നും അറിയില്ല. ഞാനൊരു സവോളയും ചെറിയ സവോളയും വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാവരും എടുത്തേ. ചെറിയുള്ളി ഇട്ട് നല്ലതാണ്, പക്ഷെ നമുക്ക് എളുപ്പപ്പണിക്ക് എപ്പോഴും സവോളയാണല്ലോ നല്ലത്. സവോളയും വെളുത്തുള്ളിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ചതച്ച് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. സവോളനെ ഇതിൽ തന്നെയാണ് അരിഞ്ഞിരുന്നത്. പിന്നെ വേറെ പാത്രട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ പയറ് വെന്തിരിപ്പുണ്ട്. അപ്പൊ കറിവേപ്പിലില്ല, നമുക്ക് പോയി വേപ്പല എടുക്കട്ടെ. പാലും എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ സ്റ്റീവിനെയും ഗ്രീസിനെയും വിളിക്കാൻ. മുറ്റടിക്കണം, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പം അങ്ങനെ വെളുത്തുള്ളി സവോളയൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടേ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ച പയറിനും കൂടി ഇടും. പയറിന് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പിട്ടിട്ടാണ് വേവിക്കാറുള്ളത്, പക്ഷെ ചിലപ്പോൾ ഉപ്പിടില്ല. എൻ്റെ ഒരു ചുമ വന്നത് എന്നതുപോലെ ചില ദിവസങ്ങളിൽ ഉപ്പിടാറില്ല. ഇന്ന് ഉപ്പിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഉപ്പ് വേഗം പിടിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. പരിപ്പിന് ഉപ്പിടാത്ത പോലെ ഇതിൽ ഞാൻ അങ്ങനെ ഉപ്പിടാറില്ല ചില ദിവസം. അപ്പം എന്തായാലും പയറ് റെഡി. പിന്നെ കൂടിപ്പോണ്ട. അതിൽ തേങ്ങയൊന്നും ഇടാറില്ല കേട്ടോ. ആക്ച്വലി തേങ്ങ കിട്ടാൻ നല്ലതാണ്. എനിക്ക് തോന്നുന്ന സമയം ഞാൻ ഇങ്ങനത്തെ ഉപ്പേരികളിലൊന്നും തേങ്ങ ഇടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ അതൊരു ശീലമായി മാറി. തേങ്ങ ഇടാൻ എനിക്കിഷ്ടമാണ് തേങ്ങ ഇടാനൊക്കെ, പക്ഷെ ആൾക്ക് ഇഷ്ടമില്ലാത്തതാണ്. ഞാൻ പിന്നെ അത് ഇടാണ്ടായി. പിന്നെ ഞാനത് മറന്നുപോയി.
ഇടയ്ക്ക് ഞാൻ ഓർക്കും. പിന്നെ ഇങ്ങനെ ഇടുന്ന ഉണ്ടാകുന്ന സമയത്ത് മിക്കപ്പോഴും കമൻറ്റ് വരാറുണ്ട്, തേങ്ങ ഇട്ടോടെ എന്നൊക്കെ ചോദിച്ച്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഇഷ്ടമില്ലാത്ത തന്നെ പിന്നെ അത് അങ്ങോട്ട് മറന്നു പോവുകയാണെന്ന് തന്നെ പറയാം. അപ്പം എന്തായാലും ഇതിലിപ്പോൾ തേങ്ങ ഇടുന്നില്ല. എൻ്റെ പൊന്നി പേടിച്ചു. ഇത് ഇതിന് എന്തിട്ടാണാവെന്ന് വിചാരിച്ചു. മുമ്പ് ഇതിൻ്റെ മുകളിൽ ചിമ്മിനിയായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അന്ന് കല്ല് വീണിട്ട് ഇവിടെ ഫുള്ളന്ന് മൊത്തം ഇങ്ങനെ ഇതായിരുന്നു. അതതിന് ശേഷം ഇപ്പോൾ ചേച്ചി ചേട്ടനൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നപ്പോൾ ഇടിച്ചതായിരുന്നു അത്. പക്ഷേ ഇപ്രാവശ്യം ഇത്തിരിച്ച് വീഴാറുണ്ട്. പക്ഷെ ഇതൊരു വലിയ വീഴ്ചയായിരുന്നു. ഈ സാധനം ഇനി പൊളിഞ്ഞ് പോവാവോ? ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തേക്കെന്താ? മുകളിൽ ചൂടൊക്കെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കണ്ട. ഞാൻ എന്തിട്ടാണെന്ന് വിചാരിച്ചു. ഇതൊരു ചെറിയൊരു ബലത്തമ്മയാണ് ഇരിക്കണേ. പൊളിഞ്ഞു പോവോ ദൈവത്തിന് അറിയാം. അന്ന് ഇതിൻ്റെ മുകളിൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലേ, ഒരു ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലേ. ഇത് ചിമ്മിണിയുടെ ഹോളാണ്. പണ്ട് ഇവിടെ ഒരു അടുപ്പായിരുന്നു. അപ്പോൾ ചിമ്മിണിയുടെ ഹോളാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഏറ്റവും ഹൈറ്റിലേക്ക് ചിമ്മിണി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ മുകളിൽ നിന്ന് അടർന്ന് ഇങ്ങനെ വീണ് ഞങ്ങളിവിടെ ഉണ്ടായില്ലേ. ഇവിടെ വെച്ചായിരുന്ന ആ ഒരു ഇതൊക്കെ തകർന്ന് താഴത്തേക്ക് വീണ് ഇവിടെ ഉള്ള പാത്രങ്ങളൊക്കെ താഴെ വീണ്. എന്താ ഗ്യാസ് സ്റ്റവിനൊന്നും പറ്റിയില്ല. അങ്ങനെ മൊത്തത്തിൽ ചെറിയൊരു അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അതുപോലെ ഇപ്പോൾ സംഭവിക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും സണ്ണിയാനോട് ഇല്ല, ഒപ്പൊന്നും ചെയ്യാനും പറ്റില്ല. അല്ലെങ്കിൽ നമുക്കിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഇനി പറയണം. നെഞ്ചിലൊരു ഇടിപ്പ്. അപ്പം അങ്ങനെ പയറ് റെഡി. ഈ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണേ. ഇതിൻ്റെ പേര് ബീൻസ് ബിസ്ക്കറ്റോ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പേര് കേൾക്കണേ. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഞങ്ങളുടെ ഇവിടെ അന്തോണസിനയാളുടെ പള്ളിയിൽ നേർച്ചയായിട്ട് ഈ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ബിസ്ക്കറ്റ്. അപ്പോൾ ഒരു ദിവസം അഷ്ടമിച്ചിടയ്ക്ക് പോയപ്പോൾ ഇതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മേടിച്ചതാണ്. ഇതായിരിക്കും ഇങ്ങനെ കഴിക്കാനൊരു സന്തോഷം. അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ വരാടാ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇത് പൊട്ടിച്ചിട്ട് 2 ദിവസം പൊട്ടിച്ചായിരുന്നു. ഇടയ്ക്കിടെ ഇങ്ങനെ കറുമ്പുറ എന്ന് കഴിക്കാനൊരു രസം. അപ്പം അങ്ങനെ എടുത്ത് ഇത്ര നേരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ. അപ്പം നിങ്ങളുടെ അവിടെ കിട്ടാറുണ്ടെങ്കിൽ പറയണേ. ഇതിന് വേറെ എന്തോ പേര് പറയുന്നതാണ്. ബീൻസ് ബിസ്ക്കറ്റ് ഞാൻ ആദ്യം കഴിക്കണം. ഇത് വേറെ എന്തോ പേര് പറയാറ്, ഞാൻ മറന്നുപോയത്. എന്നിട്ട് സ്റ്റീവിന് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് അല്ലേ? അപ്പൊ അങ്ങനെ സ്റ്റീവും ഗ്രേസൊക്കെ എണ്ണീറ്റ് അവിടെ കൊണ്ടുവയ്ക്കി. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞതേ പോണ്. വേമ്പോ. അപ്പൊ ഗ്രേസിനുള്ള സ്കൂളിലേക്ക് ഞാൻ ചോറൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ അതിലേക്ക് ചോറും പാത്രത്തിൽ മുട്ടയും കൂടി ഒന്ന് പൊരിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇടണുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ഫ്രൈ പോലെ ചെയ്യണമെന്നില്ല, അധികം കൊത്തിപ്പൊരിക്കണില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി മറിച്ച് അവളുടെ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഗ്രേസിനുള്ള ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രേസിൻ്റെ വണ്ടിയാണ് കേട്ടോ വരാം. അപ്പോൾ അതുകൊണ്ട് ഗ്രേസിനെ ഫസ്റ്റ് റെഡിയാക്കി നിർത്തണം. അമ്മമ്മേൻ്റെ വെള്ളം കൊടുക്കട്ടെ. ഗ്രേസ് വേഗം. സ്റ്റീവൻ ഗ്രേസൊക്കെ എണ്ണിച്ചു. അമ്മ എണീക്കിട്ടാ. ഗ്രേസ് ബസ് ഒന്നും പോകണ വാ. ബസ് വന്നുണ്ട്. ബസ് വന്നു. ഇന്ന് പാല് വന്നില്ല, എന്താണാവോ? ഏടാ അമ്മേന്റെ ഭക്ഷണം എപ്പോഴാ അമ്മയുടെ ഭക്ഷണം കഴിച്ചേ? ഇപ്പഴല്ല, ഇന്നല്ലേ. ഇപ്പൊ അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അമ്മമ്മയുടെ ചോറ് സ്റ്റീവ് കഴിച്ചേ? എന്താ അമ്മമ്മക്ക് ചോറ് കൊടുക്കാഞ്ഞേ? നിനക്ക് വേണോ? നല്ല മോനാകണം, കുറുമ്പൊന്നുമില്ലാണ്ട് മുച്ചിക്ക മോനാക്കി എൻ്റെ മോനാക്കി തന്നേക്കണേ ഈശോയെ.
സ്കൂളുണ്ടാ? സ്കൂളുണ്ടാ? ആദ്യം ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് പോവുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ടുണ്ടാ? ആരെ അപ്പം അങ്ങനെ പാലെത്തി. സ്റ്റീവിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവന് ഈ പയറെന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമില്ല, എന്നാലും കുറച്ചൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ചെമ്മീനെ ഫ്രീസറിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ഇനി നന്നാക്കി അവനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയുടെ ബ്രഷ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെമ്മീനെ ഫ്രൈ ചെയ്യാൻ ക്ലീൻ ചെയ്തിട്ടൊന്ന് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീനിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് ചെമ്മീനും അതിലേക്ക് ചോറിട്ടിട്ട് ഇളക്കി കഴിക്കണം, അടിപൊളിയാണ്. അപ്പം സ്റ്റീവിനെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. മഴ ഒന്ന് മാറി നിൽക്കുന്ന സമയമാണ്. സ്റ്റീവ് സ്പൈഡർമാനായിട്ട് വന്നിട്ടുണ്ട്. സ്പൈഡർമാൻ വാ, ഷൂസ് ഒരു വേഗം അതിക്കോളോ. ഓ വെള്ളം കൊണ്ടിരിക്കെ കറങ്ങി വരാ. വായോ വേവാ. ആ ചാട് ചാട് ജമ്പി ചാട് വാ. സ്പൈഡർമാൻ കേറ്, സാരില്ല വേഗം കേറ്. മഴ വന്നേക്കുമ്പോ നമുക്ക് അവിടെ എത്താം, ഫസ്റ്റ് എത്തണം നമുക്ക്. വാ. ഇല്ല കേറി കോച്ച്, കേറ് കേറ്. ആ കേറ്. ആ അടിയാ ബൈ പറ. എന്നിട്ട് കാണിച്ചു കൊടുക്കണ്ടേ? ആ കാണിച്ചു കൊടുക്കാട്ടാ. ഫസ്റ്റിനെ കൊണ്ടാക്കാം. റെയിൻകോട്ട് എന്നിട്ടാണ്ട് ഞങ്ങൾ സൂപ്പറായിട്ട് പോയായിരുന്നു. മഴ പെയ്യുന്നുണ്ടായില്ല, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. അങ്ങനെ റോട്ടിൽ നിന്ന് റെയിൻകോട്ടൊക്കെ ഇട്ടു സ്റ്റീവനെ അങ്ങനെ ആക്കി. തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി കടുറ്റിയിലുള്ള കടയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അവിടെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂന്തൽ കണ്ടു, അപ്പോൾ കൂന്തൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കൂന്തൽ പറഞ്ഞു. അങ്ങനെ കൂന്തലുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണേ. അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. നല്ല അടിപൊളി മഴയായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് മഴ എന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ ബൈ ബൈ.